ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഓരോരോ കാലത്തിലും എന്ന നാടകത്തിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. ശ്രീജ ആറങ്ങോട്ടുകരയുടെ ഓരോരോ കാലത്തിലും എന്ന നാടകം. ഈ നാടകത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. അതിലൊന്ന് കുറിയേടത്ത് താത്രി എന്ന നമ്പൂതിരി പെൺകുട്ടിയെക്കുറിച്ചാണ്. രണ്ടാമത്തേത് സ്മാർത്ത വിചാരത്തെക്കുറിച്ചാണ്. എന്താണ് സ്മാർത്ത വിചാരം എന്ന് ആദ്യം നോക്കാം. നമ്പൂതിരി സ്ത്രീകൾക്ക് നടപ്പു ദോഷം, അടുക്കള ദോഷം എന്നാണ് പറയുക. അവരുടെ സ്വഭാവ ദൂഷ്യം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുകയും അവരെ സമുദായ ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ സ്മാർത്ത വിചാരം. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരുഷന്മാരെയൊക്കെ ആ ഭ്രഷ്ടിൽ ഉൾപ്പെടുത്തി അവരെ കൂടി ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒന്നാണ് ഈ സ്മാർത്ത വിചാരം. അതാണ് സ്മാർത്ത വിചാരത്തെക്കുറിച്ച് ലഘുവായി സൂചിപ്പിക്കാനുള്ളത്. നമ്പൂതിരി സമുദായത്തിൽ ഇങ്ങനെ പല കാലങ്ങളിലും സ്മാർത്ത വിചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം സൂചിപ്പിച്ച നമ്പൂതിരി പെൺകുട്ടിയുണ്ടല്ലോ, താത്രിക്കുട്ടി, കുറിയേടത്ത് താത്രി എന്നാണ് അവരുടെ മുഴുവൻ പേര്. തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലെ കൽപ്പകശ്ശേരി ഇല്ലത്തിലാണ് അവർ ജനിച്ചത്. 1885 അവർ ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. അവരുടെ 13ാമത്തെ വയസ്സിൽ വിവാഹിതയായി. ഒരു നമ്പൂതിരിയുമായിട്ടായിരുന്നു അവരുടെ വിവാഹം. 1904 അവരെ സ്മാർത്ത വിചാരം ചെയ്യുന്നത്. പിന്നീട് രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് 1905 രണ്ടാമതും സ്മാർത്ത വിചാരം ചെയ്യേണ്ട സാഹചര്യം വന്നു ചേരുകയായിരുന്നു. താത്രിക്കുട്ടിക്ക് നടപ്പുദോഷം അഥവാ അടുക്കള ദോഷം ഉണ്ട് എന്ന് അറിവ് ലഭിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ സ്മാർത്ത വിചാരം നടത്തുന്നത്. അയൽവാസിയായ ഒരു നമ്പൂതിരിയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഒരു പരാതി ഉന്നയിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്മാർത്ത വിചാരം നടന്നത്. 1904 ഒരിക്കൽ നടന്നു. പിന്നീട് പല പ്രശ്നങ്ങളെ തുടർന്നും 1905 മറ്റൊരു സ്മാർത്ത വിചാരം കൂടി നടത്തിയതിന് ശേഷമാണ് അതിൽപ്പെട്ട താത്രിക്കുട്ടി പേര് പറഞ്ഞ ആളുകളെ മുഴുവൻ ഭ്രഷ്ട് കൽപ്പിക്കുന്നത് അതിനുശേഷമാണ്. ഈ സ്മാർത്ത വിചാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരാളുണ്ടാവും. അയാളെ സ്മാർത്തൻ എന്നാണ് വിളിക്കുക. ജാതവേദൻ നമ്പൂതിരിയായിരുന്നു താത്രിക്കുട്ടിയുടെ ഈ ഒരു സ്മാർത്ത വിചാരത്തിൽ പങ്കെടുത്ത സ്മാർത്തൻ. ഈ സ്മാർത്ത വിചാരത്തിൽ താത്രിക്കുട്ടി താനുമായി ബന്ധം പുലർത്തിയിരുന്ന ആളുകളുടെ പേരുകൾ പറയും. അങ്ങനെ 65 പേരുകളാണ് താത്രിക്കുട്ടി ഈ സ്മാർത്ത വിചാരത്തിൽ വെളിപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. അതിൽ അവരുടെ അച്ഛനും മറ്റൊരു ഭാര്യയിലുള്ള സഹോദരനും അടക്കം, ബന്ധുമിത്രാദികളടക്കം ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. താത്രിക്കുട്ടിയുടെ ഭർത്താവിനെയും ഭ്രഷ്ട് കൽപ്പിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. അതിന് കാരണം പരപുരുഷ ബന്ധത്തിന് ശേഷവും താത്രിക്കുട്ടിയുമായി ബന്ധപ്പെട്ടു എന്നതാണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്നാണ് പറയുന്നത്. ഇങ്ങനെ 65ഓളം ആളുകൾ താത്രിക്കുട്ടിയുമായി ബന്ധപ്പെട്ടു. ഈ സ്മാർത്ത വിചാരത്തിന് ശേഷം അവരെ സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ചു. ഭ്രഷ്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ മാത്രമല്ല സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്നത്, കുടുംബാംഗങ്ങൾ കൂടി, മക്കൾ കൂടി ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും എന്നാണ്. സ്മാർത്ത വിചാരത്തിന് ഇരയാവുന്ന പെൺകുട്ടിയെ സാധനം എന്നാണ് വിളിക്കുക. അങ്ങനെ ഒരു സാധനമായിരുന്നു താത്രിക്കുട്ടി, കുറിയേടത്ത് താത്രി. സ്മാർത്ത വിചാരത്തിന് ഇരയായി ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ നാടകത്തിൻ്റെ മുന്നോടിയായിട്ട് പറഞ്ഞത്. ഒന്ന് കുറിയേടത്ത് താത്രി എന്ന പെൺകുട്ടിയും, രണ്ട് നമ്പൂതിരി സമുദായത്തിലുണ്ടായിരുന്ന സ്മാർത്ത വിചാരത്തെക്കുറിച്ചും. ലോകപ്രസിദ്ധനായ ചിത്രകാരൻ വിൻസെന്റ് വില്യം വാൻഗോഗിനെയും ഇവിടെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ചിത്രങ്ങളുടെ അതിവൈകാരികതയും വർണ്ണവൈവിധ്യവും കൊണ്ട് ശ്രദ്ധേയമായവയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ. തൻ്റെ ജീവിതകാലത്ത് കഠിനമായ ഉത്കണ്ഠയും മാനസിക അസ്വാസ്ഥ്യങ്ങളും വേട്ടയാടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തു. 37ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇന്ന് ലോകത്ത് ഏറ്റവും തിരിച്ചറിയപ്പെടുന്നതും വിലയേറിയ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെതാണ്. വാൻഗോഗിന്റെ ആദ്യ പ്രണയം കടുത്ത നിരാശയിലായിരുന്നു അവസാനിച്ചത്. പിന്നീടാണ് സിയൻ എന്ന വിളിപ്പേരുള്ള ക്ലാസിന മാരിയ ഹൂർണി എന്ന സ്ത്രീയെ പരിചയപ്പെടുന്നത്. അവർ വേശ്യാവൃത്തിയിലൂടെയാണ് ഉപജീവനം കഴിച്ചിരുന്നത്. അവൾക്ക് 5 വയസ്സുകാരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. ഈ സ്ത്രീയെ മാതൃകയാക്കിക്കൊണ്ട് വിൻസെന്റ് അനേകം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം ഗാഢമാവുകയായിരുന്നു. അവർ തമ്മിലുള്ള ആ പ്രണയത്തെയും വാൻഗോഗിന്റെ ചിത്രങ്ങളെയും ഈ നാടകത്തിൽ പ്രണയം എന്ന വിഷയത്തിന്റെ പരിചരണത്തിൽ സമീപിച്ചിട്ടുണ്ട്. ഇവയെ നമുക്ക് കൂട്ടി വായിക്കാൻ സാധിക്കും. പ്രണയിനിക്കായി ചെവി ചെത്തിക്കൊടുത്ത ചിത്രകാരൻ എന്ന് വാഴ്ത്തപ്പെടുന്ന ഒരാൾ കൂടിയാണല്ലോ വാൻഗോഗ്.
ചെവി ചെത്തിക്കൊടുത്തത് പ്രണയിനിക്കാണ്, അതല്ല അതിന്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തർക്കങ്ങളുണ്ട്. നമുക്ക് അതിലേക്കൊന്നും പ്രവേശിക്കേണ്ട. വാൻ ഗോഗ് ഒരു പ്രണയ സാന്നിധ്യമായി, കലയുടെ സാന്നിധ്യമായി നാടകത്തിൽ കടന്നു വരുന്നുണ്ട്. നമുക്ക് അവയെ കൂടി ഇതിലേക്ക് കണ്ണു ചേർക്കാവുന്നതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഓരോരോ കാലത്തിലും എന്ന നാടകത്തെ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോരോ കാലത്തിലും എന്ന നാടകത്തിന്റെ സംഗ്രഹം ഓരോ രംഗത്തിലൂടെയും അന്ന് കടന്നു പോവുക, അതിനുശേഷം ആ നാടകത്തിന്റെ വിശകലനം നടത്തുക. ഈ രീതിയിലാണ് ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. ശ്രീജ ആറങ്ങോട്ടുകരയാണ് ഈ നാടകം രചിച്ചിരിക്കുന്നത്. ഓരോരോ കാലത്തിലും ലേബർ റൂം, കല്യാണസാരി തുടങ്ങിയ നാടകങ്ങളിലൂടെ മലയാള നാടക പ്രേക്ഷകർക്ക്, നാടക ലോകത്തിന് ചിരപരിചിതയാണ് ശ്രീജ ആറങ്ങോട്ടുകര. കുറിയടത്തു താത്രിയെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ഓരോരോ കാലത്തിലും എന്ന നാടകവും മണ്ണാത്തിത്തെയ്യം എന്ന ഏകപാത്ര നാടകവും ഒക്കെ അവരുടെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ്. കേരളത്തിലെ അരങ്ങിലെ സ്ത്രീ സാന്നിധ്യത്തെ ഉറപ്പുവരുത്തുകയും സ്ത്രീ എന്ന നിലയിലുള്ള തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളും ചിന്തകളും സ്വപ്നങ്ങളും തോന്നലുകളും ഒക്കെ ചില സാമൂഹിക തലങ്ങളോട് ബന്ധിപ്പിക്കപ്പെട്ട് അവതരിപ്പിക്കുന്ന നാടകങ്ങൾ അവരുടെ സവിശേഷമായ നാടക പരിചരണമാണ്. അതിലൊരു നാടകമാണ് ലേബർ റൂം എന്ന് പറയുന്ന നാടകം. നമുക്ക് നാടകത്തിലേക്ക് പ്രവേശിക്കാം എന്നാണ് ഓർക്കേണ്ടത്. തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച താത്രിക്കുട്ടി 1905 സ്മാർത്ത വിചാരം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ വെച്ചാണ്. അവിടെ വെച്ച് സ്മാർത്ത വിചാരം ചെയ്യപ്പെട്ട് ഭ്രഷ്ടയാക്കപ്പെട്ട കുറിയേടത്ത് താത്രി എന്ന സാവിത്രിയെ, അവിടെ യഥാർത്ഥ പേര് സാവിത്രി എന്നാണ്, സാവിത്രിയെ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ച നാടകമാണ് ഓരോരോ കാലത്തിൽ. നാടകം ആരംഭിക്കുമ്പോൾ വർത്തമാനകാലത്തിലെ ഒരു പെൺകുട്ടിയാണ് നമ്മൾ ആദ്യം കാണുന്നത്. വാൻ ഗോഗ് എന്ന ലോകപ്രസിദ്ധനായ ചിത്രകാരന്റെ ഒരു പെയിന്റിങ്ങുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടി. അതേസമയം തന്നെ സോളമന്റെ ഉത്തമഗീതത്തിലെ വരികൾ പശ്ചാത്തലത്തിൽ വരുന്നുമുണ്ട്. അപ്പോൾ പ്രണയമാണ് ഇവിടെ വിഷയം. വാൻ ഗോഗ് എന്ന കലാകാരന്റെ പെയിന്റിങ്ങും സോളമന്റെ ഉത്തമഗീതവും ഈ പെൺകുട്ടിയും ഒരു പ്രണയത്തിന്റെ പശ്ചാത്തലത്തിൽ കടന്നു വരുന്നു, അല്ലെങ്കിൽ ഈ നാടകത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രണയം എന്ന് നമുക്ക് ബോധ്യമാവുന്നു. വാൻ ഗോഗിന്റെ ചിത്രങ്ങളെയും പ്രണയത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ആ പെൺകുട്ടിയുടെ കാമുകനാണ് ആ ചെറുപ്പക്കാരൻ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പ്രണയരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ അതേസമയം തന്നെ മറ്റൊരു രംഗം കൂടി ആ നാടകത്തിൽ ഉയർന്നു വരുന്നു. അവിടെ താത്രിക്കുട്ടിയും കഥകളി നടനായ മുണ്ടയൂർ മാധവനും പ്രത്യക്ഷപ്പെടുന്നു. അവിടെ നളചരിതത്തിലെ പദങ്ങൾ പാടി പ്രണയനിർവൃതിയോടുകൂടി അവർ രണ്ടുപേരും ആ രംഗത്ത് കടന്നു വരുന്നു. അപ്പോൾ വാൻ ഗോഗിന്റെ ചിത്രങ്ങളും നളചരിതത്തിലെ പ്രണയരംഗവും ചേർന്നുണ്ടാക്കുന്ന പ്രണയത്തിന്റെ നിമിഷങ്ങളാണ് ഈ നാടകത്തിന്റെ ആരംഭത്തിൽ തന്നെ കാണുന്നത്. രണ്ടും രണ്ട് കാലമാണ്. താത്രിക്കുട്ടിയുടെ കാലം ഒന്ന്, വർത്തമാനകാലം ഈ പെൺകുട്ടിയുടെ കാലം. വാൻ ഗോഗിന്റെ ചിത്രത്തെ ആസ്വദിച്ചുകൊണ്ട് സോളമന്റെ ഉത്തമ ഗീതത്തിന്റെ പശ്ചാത്തലത്തിലിരിക്കുന്ന പെൺകുട്ടി വർത്തമാനകാലത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ കഴിഞ്ഞ കാലവും ഭൂതകാലവും വർത്തമാനകാലവും ഒരുമിച്ച് പ്രണയം എന്ന് പറയുന്ന ഒരു തീമിനെ പരിചരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നാടകം ആരംഭിക്കുന്നത്. ഈ നാടകത്തിൽ 13 രംഗങ്ങളുണ്ട്. എല്ലാം ചെറിയ രംഗങ്ങളാണ്. അതിൽ ആദ്യത്തെ രംഗത്തിൽ നമ്മൾ കാണുന്നത് വാൻ ഗോഗിന്റെ പെയിന്റിങ്, ആ പെയിന്റിങ്ങിന് ചുറ്റും ഇങ്ങനെ നൃത്തം വയ്ക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരു യുവാവ് കടന്നു വരുന്നു. ആ യുവാവ് അവളുടെ ചിത്രങ്ങളെ സംബന്ധിച്ച്, അവളും ചിത്രകാരിയാണ്, അവളുടെ ചിത്രങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. വാൻ ഗോഗിന്റെ പെയിന്റിങ്ങുകളെയും പ്രണയത്തെയും ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ്. അവൾ അങ്ങനെ ഒരു ശൈലി രൂപപ്പെടുത്തണമെന്നാണ് ആ യുവാവ് പറയുന്നത്. എന്നാൽ അവൾക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല. അവൾക്ക് അറിയാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് വാൻ ഗോഗിന്റെ ചിത്രങ്ങൾ ഇഷ്ടമാണ്, പ്രണയം ഇഷ്ടമാണ്. അപ്പൊ എന്തു തന്നെയായാലും പ്രണയിതാവിന് തൻ്റെ കാമുകയ്ക്ക് ആ കാമുകൻ പ്രണയത്തിന്റെ പേരിൽ ബ്രഷുകളും പെയിന്റും ഒക്കെ നൽകി സമ്മാനമായി നൽകുകയാണ്. എന്നിട്ട് ആ ബ്രഷ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നത് പോലെ അവളുടെ ശരീരത്തിൽ ചലിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രംഗമാണ് ഒന്നാം ഭാഗത്ത് നമ്മൾ കാണുന്നത്. രംഗം 2ലേക്ക് എത്തുമ്പോൾ മറ്റൊരു കാലത്തിലേക്ക് നമ്മൾ പോകുന്നു. ആ രംഗത്ത് താത്രിക്കുട്ടിയുടെ വീടാണ് കാണിക്കുന്നത്. കഥകളിയുടെ കേശഭാരം, മുടിയൊക്കെ തയ്യാറാക്കുന്ന താത്രിക്കുട്ടിയുടെ അടുത്തേക്ക് കഥകളി നടനായിട്ടുള്ള മുണ്ടയൂർ മാധവൻ കടന്നു വരികയാണ്. അയാളുടെ വേഷങ്ങളൊക്കെ താത്രിക്ക് വലിയ ഇഷ്ടമാണ്. നേരത്തെ സൂചിപ്പിച്ച പെൺകുട്ടിക്ക് വാൻ ഗോഗിന്റെ ചിത്രങ്ങൾ എത്രത്തോളം ഇഷ്ടമാണ് എന്നതുപോലെ തന്നെയാണ് താത്രിക്കുട്ടിക്ക് ഈ നടന്റെ
എല്ലാ വേഷങ്ങളും ഇഷ്ടമാണ്. നളചരിതം ആട്ടക്കഥ ആടിക്കാണണമെന്നാണ് അവളുടെ ആഗ്രഹം. തൻ്റെ ഉള്ളിലുള്ള പ്രണയം തുറന്നു പറയണം എന്ന് താത്രിക്ക് ആഗ്രഹമുണ്ട്. അവൾ മാധവനോട് പ്രണയഭരിതമായി സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ താത്രിക്കുട്ടിയുടെ പ്രണയം സ്വീകരിക്കാൻ മാധവൻ തയ്യാറല്ല. അയാൾക്ക് താത്രിക്കുട്ടിയുടെ പ്രണയം വേണ്ട. അയാൾക്ക് വേണ്ടത് അവളുടെ ശരീരം മാത്രമാണ്. അയാളും താത്രിയോടുള്ള പ്രണയത്താൽ വന്നു ചേർന്നതുമല്ല. നമ്പ്യാത്തൻ നമ്പൂതിരിക്കും നമ്പീശനുമൊക്കെ ആവാച്ചാൽ എനിക്കും ആവാം എന്ന് മാത്രമേ അയാളുടെ ഉള്ളിലുള്ളൂ. അതായത് മറ്റുള്ളവരൊക്കെ താത്രിക്കുട്ടിയുമായി ബന്ധപ്പെടുന്നുണ്ട്, അങ്ങനെയൊരു ബന്ധം മാത്രം മതി. അപ്പോൾ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ളൊരു ബന്ധം എന്നതിനപ്പുറത്തേക്ക് മാധവൻ എന്ന കഥകളി നടൻ താത്രിക്കുട്ടിയെ കാണുന്നില്ല. പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുകയും ആ പ്രണയത്തെ തുറന്നു പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന താത്രിക്കുട്ടിയെ കാണാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഒരു കഥാപാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മാധവൻ എന്ന് പറയുന്ന കഥകളി നടൻ. അയാൾ ഇക്കാര്യം പറയുന്നത് കേട്ട് താത്രിക്കുട്ടി ആകെ തകർന്നു പോവുകയാണ്. ഇത് കേട്ടിട്ട് ആരംഭത്തിൽ നമ്മളൊരു പെൺകുട്ടിയെ കണ്ടല്ലോ, ആ പെൺകുട്ടി യുവാവ് കൊടുത്ത ബ്രഷും പാലറ്റും ഒക്കെ എടുത്ത് അത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ തൻ്റെ കയ്യിലുള്ള ബ്രഷും പാലറ്റും ഒക്കെ എടുത്ത് നേരത്തെ പറഞ്ഞ താത്രിക്കുട്ടിയുടെ രംഗം കണ്ട് അതിങ്ങനെ നോക്കി നിൽക്കുന്ന സന്ദർഭത്തിലാണ് രണ്ടാമത്തെ രംഗം അവസാനിക്കുന്നത്. അപ്പൊ ഒരേ സമയത്തു തന്നെയാണ് രണ്ട് രംഗവും അരങ്ങിൽ നടക്കുന്നത് എന്നർത്ഥം. ഒരു ഭാഗത്ത് ആധുനിക കാലത്തെ ഒരു പെൺകുട്ടി കാമുകനോടൊപ്പമുള്ള രംഗം അവതരിപ്പിക്കുമ്പോൾ തന്നെ, അവിടെ അരങ്ങേറുമ്പോൾ തന്നെ, മറ്റൊരു ഭാഗത്ത് താത്രിക്കുട്ടിയുടെ ജീവിതം അവതരിപ്പിക്കുന്ന ആ ഭൂതകാലവും കാണുന്നു. അങ്ങനെ ഭൂതകാലവും വർത്തമാനകാലവും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് രണ്ടാമത്തെ രംഗത്തിൽ കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ രംഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് യുവാവിൻ്റെ മുറിയാണ്. ഒരു പരസ്യചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ അടുത്തേക്ക് ആ പെൺകുട്ടി വരുന്നു. അവൾ അയാളുടെ ചിത്രത്തെ വീക്ഷിക്കുകയും അവളുടേതായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളെ ബലമായി പിടിച്ച് ഒരു നഗ്നചിത്രത്തിന്റെ അരികിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയാണ്. ബ്രഷും കൈകളും ഉപയോഗിച്ച് അവളെ വന്യമായി പെയിന്റ് ചെയ്യുന്നു. അവൾ പേടിച്ച് അലറിക്കരയുന്നുണ്ട്. ആ രംഗത്തിൽ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് കഥാപാത്രം ആ പെൺകുട്ടിയോട് പറയുന്നു. അത് പ്രകാരം അവളെ പിടിച്ചു നിർത്തിയിട്ട് അവളുടെ ശരീരത്തിൽ പെയിന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവൾ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ ആ എതിർപ്പിനെ വകവെക്കാതെ ആ കഥാപാത്രം, ആ പുരുഷൻ, അവളുടെ കാമുകൻ അവളുടെ ശരീരത്തിൽ പെയിന്റ് ചെയ്യുന്നു. അതേസമയം തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ, ആ കഥാപാത്രത്തെ പോലെ തന്നെയുള്ള പല ആളുകൾ, അത് പുരുഷ പ്രതീകങ്ങളായിട്ടുള്ള കുറേ മനുഷ്യർ കടന്നു വന്ന് അവളെ ബലാത്കാരമായി അവളുടെ ശരീരത്തിൽ പെയിന്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ഒരു രംഗത്തിൽ നമ്മൾ കാണുന്നത്. നാലാമത്തെ രംഗത്തിൽ താത്രിക്കുട്ടിയുടെ വീടാണ്. താത്രിക്കുട്ടിയുടെ അമ്മാവനായ ഓക്കി ഇട്ടീരി നമ്പൂതിരി അവളുടെ അടുത്തേക്ക് കടന്നു വരുന്നു. അവൾക്ക് ജാതക ദോഷമാണെന്നും അതിൻ്റെ പരിഹാരമൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് മാളികയിലേക്ക് വരണം എന്ന് പറയാനാണ് അയാൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ജാതകദോഷം എന്താണ് എന്ന് ശരിക്കും താത്രിക്കുട്ടിക്ക് മനസ്സിലാവുന്നത്. അതോടുകൂടി അമ്മാവന്റെയും ജാതകദോഷം തുടങ്ങിയിട്ടുണ്ടാവും എന്ന് താത്രി സൂചിപ്പിക്കുന്നുണ്ട്. അമ്മാവന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ജാതകദോഷത്തിന് പരിഹാരം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ അതോടുകൂടി താത്രിക്കുട്ടിക്കും ഉള്ളിൽ ഒരു തോന്നലുണ്ട്, ഈ ഒരു ജാതകദോഷം തീർക്കാൻ വേണ്ടിയാണല്ലോ താൻ പോയത്. ആ നിമിഷം തൊട്ട് തന്നെ തൻ്റെ അമ്മാവന്റെയും ജാതകദോഷം തുടങ്ങി എന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട്. അതോടുകൂടി അമ്മാവന്റെയും ജാതകദോഷം തുടങ്ങിയിട്ടുണ്ടാവും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് ഇറങ്ങുന്നത്. തൻ്റെ കയ്യിലുള്ള ഓലകൾ താത്രി വലിച്ചെറിയുന്നിടത്താണ് ആ നാടകത്തിലെ ആ രംഗം അവസാനിക്കുന്നത്. പക്ഷെ ആ രംഗത്തിൽ നിന്ന് ഒരു തുടർച്ച ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, തൻ്റെ കയ്യിലുള്ള ഓലകൾ താത്രി വലിച്ചെറിയുന്നത് അപ്പുറത്തുള്ള പെൺകുട്ടിയുടെ ദേഹത്ത് വീഴുന്നുണ്ട്. അങ്ങനെ ഓരോ രംഗത്തിലും വർത്തമാനകാലത്തെയും ഭൂതകാലത്തെയും പരസ്പരം കണക്ട് ചെയ്യുന്ന, പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം നാടകത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട്. ഈ രംഗത്തും നമ്മളത് കാണുന്നു. അഞ്ചാമത്തെ രംഗം ഒരു ആശുപത്രിയാണ്. അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു നേഴ്സിന് വന്നു ചേരുന്നു. പുറത്ത് പത്രക്കാരും ടി വിക്കാരും പോലീസുകാരും ഒക്കെയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ആ പെൺകുട്ടിക്ക് അറിയില്ല. അവളിപ്പോൾ ഒരു തടവറയിൽ കിടക്കുന്നത് പോലെയാണ്, അവൾ ജയിലിൽ കിടക്കുന്നത് പോലെയാണ് ആശുപത്രിയിൽ കഴിയുന്നത്. എന്തോ ഒരു വൃത്തികെട്ട രോഗം പരത്താനാണോ ഇവിടെ വന്നു കിടക്കുന്നത് എന്ന് നേഴ്സ് അവളെ നിരന്തരം ചീത്ത പറയുന്നുണ്ട്.
ആ പെൺകുട്ടിക്ക് സ്വന്തം ശരീരത്തോട് തന്നെ അറപ്പും പേടിയും തോന്നുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ദേഹത്തുകൂടി പുഴുവലിക്കുന്നത് പോലെയുള്ള ഒരു അസ്വാസ്ഥ്യം അവൾ അനുഭവിക്കുന്നുണ്ട്. രംഗം 5 ഇങ്ങനെ ആശുപത്രിയിലെ ഇങ്ങനെ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. 6ാമത്തെ രംഗത്തിലേക്ക് വരുമ്പോൾ ഒരു തിരിച്ചറിയൽ പരേഡാണ് നടക്കുന്നത്. പല കാലങ്ങളിലുള്ള വേഷം ധരിച്ച പുരുഷന്മാരുടെ മുന്നിലേക്ക് വനിതാ പോലീസ് ഈ പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. അവൾ ആണയിട്ട് പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, തൻ്റെ കാമുകനെ എത്രത്തോളം പ്രണയിച്ചിരുന്നു എന്നും ആ കാമുകൻ തന്നെ ചതിച്ചതാണ് എന്നുമുള്ള ഒരു ധ്വനി അതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല എന്ന് അവൾ എല്ലാവരോടുമായി വിളിച്ചു പറയുന്നുണ്ട്. തിരിച്ചറിയൽ പരേഡിനായി കുറേയേറെ ആളുകൾ വന്നിട്ടുണ്ട്, കുറേ പുരുഷന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന പുരുഷന്മാരെല്ലാം വിജയ ആഹ്ലാദത്തോടു കൂടി പിരിഞ്ഞു പോവുകയാണ്. അപ്പൊ തനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതോടുകൂടി പുരുഷന്മാർ, ഈ പരേഡിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള, തിരിച്ചറിയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പുരുഷന്മാർക്കൊക്കെ സന്തോഷമാവുകയാണ്. കാരണം ആ പെൺകുട്ടിക്ക് ഒന്നും പറയാനില്ലല്ലോ, ആർക്കെതിരെയും ഒന്നും പറയാൻ പറ്റാതെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയായി അവൾ മാറിയിരിക്കുന്നു. അതാണ് ആ വന്നു ചേർന്ന പുരുഷന്മാരെല്ലാം സന്തോഷിക്കുന്നതിനുള്ള ഒരു കാരണം. അതേസമയം സ്റ്റേജിന്റെ മറുവശത്ത് സ്മാർത്ത വിചാര സദസ്സ് നടക്കുകയാണ്. അപ്പൊ ഭൂതകാലത്ത് നടന്ന സ്മാർത്ത വിചാരത്തിന് സമാനമായ ഒരു സ്മാർത്ത വിചാരം ഇവിടെ ഇപ്പുറത്ത് നടക്കുന്നുണ്ട്, വർത്തമാനകാലത്ത് നടക്കുന്നുണ്ട്. അവിടെ ഒരു തിരിച്ചറിയൽ പരേഡ് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു തിരിച്ചറിയൽ പരേഡ് തന്നെയാണ് ഈ സ്മാർത്ത വിചാരവും. അപ്പോൾ അപ്പുറത്ത് സ്മാർത്ത വിചാര സദസ്സ് നടക്കുന്നു. സ്മാർത്തൻ, നേരത്തെ സൂചിപ്പിച്ചു, സ്മാർത്തൻ എന്ന് പറയുന്നത് ഈ ചടങ്ങിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നേതാവ് ഉണ്ടാവും. അങ്ങനെ ഒരു സ്മാർത്തനുണ്ട്. സ്മാർത്തൻ മാധവിയെ മുൻനിർത്തി അശ്ലീല ചുവയോടുകൂടിയൊക്കെ സംസാരിച്ച് താത്രിയെ ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ അയാളുടെ ഭാഷയ്ക്ക് വരെ അശ്ലീല ചുവയുണ്ട്. ആരാണോ നീതി നടപ്പിലാക്കേണ്ടത്, ആരാണോ ഇവിടെ തെറ്റ് ചെയ്തത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള ആൾ, ആരാണ് സ്മാർത്തൻ, അയാൾ പോലും അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുന്നത് നമുക്ക് കാണാം. താത്രിക്കുട്ടിയോട് തെളിവുകൾ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം പറയുന്നത് പെൺകുട്ടിയാണ്. അപ്പൊ താത്രിക്കുട്ടിയോട് ചോദിക്കുന്ന, സ്മാർത്തൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയാണ്. അപ്പൊ ഭൂതകാലത്തിൽ നിന്നുള്ള ചോദ്യം നേരെ ഉയർന്നു വരുന്നത് വർത്തമാനകാലത്തിലെ പെൺകുട്ടിയുടെ നേർക്കാണ്. ആ പെൺകുട്ടിയാണ് ഉത്തരം പറയുന്നത്. പല പുരുഷന്മാരുടെയും പതുപതുത്ത കൈപ്പടങ്ങളും രൂക്ഷഗന്ധവുമുള്ള ചുണ്ടുകളും രോമാവൃതമായ കാലുകളും മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ എന്ന് അവൾ വിളിച്ച് അലറിക്കരയുന്നുണ്ട്. അതേസമയം ഭൂതകാലത്തിൽ നിന്നുകൊണ്ട് താത്രിക്കുട്ടി ചിരിക്കുകയാണ്. ഈ സമയം തെളിവുകളോ എന്ന് ചോദിച്ചുകൊണ്ട് താത്രി ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ വിചാരണയുടെ സമയം കഴിഞ്ഞു. താത്രി താൻ അനുഭവിച്ച ആദ്യ പീഡനത്തിന്റെ കഥ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. ആ സന്ദർഭം ഇങ്ങനെയാണ്. നമ്പീശനടുത്തേക്ക് പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് താത്രി എന്ന പെൺകുട്ടി. അങ്ങനെ പോകുന്ന സമയത്ത് അവിടേക്ക് കടന്നു വന്ന നമ്പ്യാത്തൻ ആദ്യം താത്രിക്കുട്ടിയെ പീഡിപ്പിക്കുന്നു. ഇതാണ് ആദ്യത്തെ പീഡനം. അത് കാണുകയും അത് അറിയുകയും ചെയ്ത നമ്പീശനും താത്രിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നുണ്ട്. അവിടേക്ക് കടന്നു വന്ന ആള് മാത്രമല്ല, അത് കണ്ടുനിന്ന ഗുരുനാഥൻ കൂടി അവളെ പീഡിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അല്ലെ, അങ്ങനെ ഒരു ഓർമ്മയാണ് താത്രിക്കുട്ടി പങ്കുവെക്കുന്നത്. താത്രിക്കുട്ടി തന്റെ അനുഭവം പങ്കുവെച്ചപ്പോൾ ഈ കഥകളൊക്കെ അപ്പുറത്തു നിന്ന് പെൺകുട്ടി കേൾക്കുകയാണല്ലോ. വർത്തമാനകാലത്തെ പെൺകുട്ടി ഇത് കേൾക്കുന്നു. അവിടെ അടുത്തൊരു ഗിറ്റാറുണ്ട്. ഗിറ്റാറിന്റെ കമ്പികൾ വലിച്ചു പൊട്ടിച്ച് അതിൽ വീഴുകയാണ് അവൾ. താത്രിക്കുട്ടിക്ക് ഒട്ടേറെ ആളുകളിൽ നിന്ന് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവൾ അങ്ങനെ അലറിക്കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവളുടെ വാക്കുകളിലും മനസ്സിലും താൻ പ്രണയിച്ച ഒരേ ഒരു മുഖം മാത്രമേ തെളിയുന്നുള്ളൂ. താത്രിക്കുട്ടിയാവട്ടെ എന്തൊക്കെ അനുഭവങ്ങളാണ് അവൾക്കുണ്ടായിട്ടുള്ളത്. എത്രയെത്ര കാഴ്ചകളും എത്രയെത്ര സമ്മാനങ്ങളുമാണ് അവൾക്ക് ഈ ഒരു വകയിൽ കിട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നും, എന്നാൽ രണ്ടുപേർക്കും പല കാലങ്ങളിലായിട്ട് അനുഭവിച്ച രണ്ടുപേരുടെയും അനുഭവങ്ങൾക്കൊരു തുല്യതയുണ്ട് എന്നും നാടകകൃത്ത് നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. രംഗം 6 അങ്ങനെ അവസാനിക്കുകയാണ്. 7ാമത്തെ രംഗത്തിലേക്ക് കടക്കുമ്പോൾ താത്രിക്കുട്ടിയും മാധവി എന്ന് പറയുന്ന കഥാപാത്രവുമാണുള്ളത്. തൻ്റെ മുറിയിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് താത്രിക്കുട്ടി. മാധവി അവിടേക്ക് കടന്നു വരികയാണ്. കുളിക്കടവിലും വഴിയിലും മറ്റുമൊക്കെ താത്രിയെപ്പറ്റി പല ആളുകളും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാധവി അറിയുന്നു. മാധവിക്ക് അതിൽ വലിയ സങ്കടമുണ്ട്. എന്നാൽ തൻ്റെ ആനക്കമ്പവും കഥകളി പ്രേമവും ഈ വായനയും ഒന്നും ഉപേക്ഷിക്കാൻ താത്രി തയ്യാറായിരുന്നില്ല. അവിടേക്കാണ് ദേശമംഗലം നമ്പൂതിരി എന്ന് പറയുന്ന കഥാപാത്രം കടന്നു വരുന്നത്. താത്രിക്കുട്ടിക്ക് ഒരു നെറ്റിപ്പട്ടം സമ്മാനമായിട്ടാണ് അയാൾ കടന്നു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, താത്രിക്കുട്ടി ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. തൊട്ടു മുമ്പത്തെ രംഗത്തിൽ താത്രിക്കുട്ടി പറയുന്നുണ്ട് താത്രിക്കുട്ടിക്ക് എന്തൊക്കെ സമ്മാനങ്ങളാണ്, ആരൊക്കെ എന്തൊക്കെ സമ്മാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്ന്. അങ്ങനെ ഒരു സമ്മാനമാണ് ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു നെറ്റിപ്പട്ടവുമായിട്ടാണ്, സമ്മാനവുമായിട്ടാണ് ദേശമംഗലത്ത് നമ്പൂതിരി കടന്നു വരുന്നത്.
തനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കമ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ, കമ്പങ്ങൾ തനിക്ക് ഭാരമാവുകയാണ് എന്ന് താത്രിക്കുട്ടി മാധവിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. ചില സമ്മാനങ്ങൾ മാധവിയോടൊക്കെ എടുക്കാൻ പറയുന്നുണ്ട് താത്രിക്കുട്ടി, പക്ഷേ മാധവി അതിന് തയ്യാറാവുന്നില്ല. പക്ഷെ താത്രി പറയുന്നുണ്ട്, ഈ സമ്മാനങ്ങളൊക്കെ താൻ സൂക്ഷിച്ചു വെക്കുമെന്നും എപ്പോഴെങ്കിലും ഇതൊക്കെ ആവശ്യമായി വരുമെന്ന് താത്രിക്കുട്ടി ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. താത്രിക്കുട്ടിയുടെ അനുഭവം ഇങ്ങനെയാണ്. അപ്പോൾ മാധവിയുടെ അനുഭവം അതിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം എല്ലാ തമ്പുരാക്കന്മാരും അവളെ ശാരീരികമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ അവരുടെ കാര്യം ആരും അറിഞ്ഞിട്ടില്ല, പുറത്താരും അറിഞ്ഞിട്ടില്ല. ഇനി അഥവാ അറിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നതാണ്. അത് മാധവിക്ക് തന്നെ ബോധ്യമുണ്ട്. കാരണം താത്രിക്കുട്ടിയെ പോലെ അല്ലല്ലോ ഒരു തോഴിയായിട്ടുള്ള മാധവിയുടെ ജീവിതം. അപ്പൊ താത്രിക്കുട്ടിയുടെ കാര്യത്തിൽ മാധവിക്ക് ആശങ്കയുണ്ട്. എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ട്. എട്ടാമത്തെ രംഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ താത്രിക്കുട്ടിയുടെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങളാണ്. താത്രിക്കുട്ടി അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണെന്നും അവളുടെ സ്വഭാവം മോശമാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറിയേടത്ത് നമ്പൂതിരിയും കാര്യസ്ഥൻ ഗോവിന്ദനും ദേശമംഗലത്ത് നമ്പൂതിരിയും ഓക്കിയിട്ടീരി നമ്പൂതിരിയും ഒക്കെ. ആ സന്ദർഭത്തിൽ അവിടെ താത്രിയുടെ അച്ഛനുണ്ട്. അച്ഛനായ കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരിയും അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പെൺകിടാങ്ങളെ കളിക്കാനും പഠിക്കാനും ഒക്കെ വിട്ടത് അബദ്ധമായി പോയി എന്നാണ് ഈ പറഞ്ഞ ഈ കൂടിയ ആളുകൾക്കൊക്കെ പറയാനുള്ളത്. നേരത്തെ താത്രിക്കുട്ടി സൂചിപ്പിച്ചിട്ടുണ്ട്, തനിക്ക് തൻ്റെതായ ആഗ്രഹങ്ങളുണ്ട്, കമ്പങ്ങളുണ്ട് എന്ന്. അവളുടെ ഏറ്റവും വലിയ കമ്പങ്ങളിലൊന്ന് ആനക്കമ്പമുണ്ട്, കഥകളിക്കമ്പമുണ്ട്, വായന അവളുടെ ഒരു കമ്പമാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പഠിക്കാൻ വിട്ടത്, കളി കാണാൻ വിട്ടത്, കളിക്കാൻ വിട്ടതൊക്കെ, ഒരു പെൺകുട്ടിയെ വിട്ടത്, അതൊക്കെ അബദ്ധമായി പോയി എന്ന് ആ കൂടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഏക അഭിപ്രായമാണ്. അവളുടെ അച്ഛനും അങ്ങനെ തന്നെ തോന്നുന്നു. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ അവൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്, ഒരു പെൺകുട നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ കവടി നിരത്തി ഓക്കിയിട്ടീരി നമ്പൂതിരി അങ്ങനെ പറയുന്നു. അവിടേക്ക് കടന്നു വരുന്ന മാധവി, അവളുടെ തോഴിയായിട്ടുള്ള കൂട്ടുകാരിയായിട്ടുള്ള മാധവി അവിടേക്ക് കടന്നു വരുന്നു. ആ സമയത്ത് ഈ കൂടിയിട്ടുള്ള ആളുകളോട് ചോദിക്കുകയാണ്, ഈ തമ്പുരാക്കന്മാർക്ക് ആർക്കെങ്കിലും താത്രിക്കുട്ടിയെ വേലി കഴിച്ചുകൂടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. അങ്ങനെ ചോദ്യം ചോദിച്ചതിന് മാധവിയെ ചീത്ത പറഞ്ഞ് ആട്ടിവിടുകയാണ് ആ തമ്പുരാക്കന്മാർ ചെയ്തത്. പക്ഷെ അവിടെ കൂടിയ നമ്പ്യാത്തൻ തന്റെ അനുജനായ രാമനെ കൊണ്ട് താത്രിക്കുട്ടിക്ക് പുടവ കൊടുപ്പിക്കാമെന്ന് ഏൽക്കുന്നു. അങ്ങനെ അയാൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? താത്രിക്കുട്ടി എപ്പോഴും തന്റെ കൺവെട്ടത്തു തന്നെ ഉണ്ടാവും എന്നതാണ് അയാളുടെ ആഗ്രഹം. ആ ആഗ്രഹത്തെ സഫലീകരിക്കാനാണ് തന്റെ അനുജൻ രാമനെ കൊണ്ട് തന്നെ താത്രിക്കുട്ടിയെ കല്യാണം കഴിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. 9ാമത്തെ രംഗത്തിൽ കല്യാണം കഴിഞ്ഞ് വേളി കഴിഞ്ഞ് രാമനും താത്രിക്കുട്ടിയും അകത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്പ്യാത്തൻ വന്ന് രാമനെ കളിസ്ഥലത്തേക്ക് നിർബന്ധപൂർവം പറഞ്ഞയക്കുന്നത്. ഓർക്കണം, വേളി കഴിഞ്ഞ ദിവസമാണ്, ആദ്യത്തെ രാത്രിയാണ്. അവിടെ രാമനും താത്രിക്കുട്ടിയും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്പ്യാത്തൻ കടന്നു വന്നിട്ട് രാമനെ കഥകളി കാണാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നു. ഈ ഒരു രാത്രിയിൽ പോലും താത്രിയുടെ അടുത്തേക്ക് തൻ്റെ ലൈംഗിക തൃഷ്ണയെ ശമിപ്പിക്കാൻ വേണ്ടി മാത്രം, അവളെ പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് നമ്പ്യാത്തൻ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. പക്ഷെ തന്നെ സമീപിക്കുന്ന നമ്പ്യാത്തനെ ഒരു വിളക്കെടുത്ത് കുത്താനോങ്ങി പുറത്താക്കി അവൾ വാതിലടച്ചു കളയുകയാണ്. അവൾ അയാളോട് പറയുന്നുണ്ട്, അഴിഞ്ഞാടാൻ തന്നെയാണ് എൻ്റെ ഭാവം, പക്ഷേ അത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല, എൻ്റെ ഇഷ്ടത്തിനാണ് എന്നാണ്. അപ്പോൾ അവൾ സ്വന്തമായി വ്യക്തിത്വമുള്ള, ആഗ്രഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള, മോഹങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന്, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് തുള്ളാൻ ഇനി ഞാനില്ല, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ഇനി അഴിഞ്ഞാടുന്നത് എന്ന് നമ്പ്യാത്തൻ്റെ മുന്നിൽ അവൾ വിളിച്ചു പറയുന്നുണ്ട്. ഈ പെൺകുട്ടി തനിക്ക് വന്നു ചേർന്ന ദുര്യോഗമോർത്ത് വിഷാദിച്ചിരിക്കുകയാണ്. അവളും ഈ സന്ദർഭത്തിലൂടെ തന്നെയാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾ തൻ്റെ കയ്യിലുള്ള ഷോൾ എടുത്ത് കഴുത്തിൽ ചുറ്റി മരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ആ സമയത്താണ് അപ്പുറത്ത് നിന്ന് താത്രിക്കുട്ടിയുടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. ഞാൻ എന്തിന് തോൽക്കണം എന്നതായിരുന്നു ആ ചോദ്യം. ഇത് കേൾക്കുമ്പോൾ പെൺകുട്ടിക്ക് ആത്മവിശ്വാസം കൂടുന്നു. താത്രി ലളിതയും പൂതനയും ദമയന്തിയും പാഞ്ചാലിയും ഒക്കെയായി ആടാൻ തീരുമാനിക്കുകയാണ്. അവിടെ ആഗ്രഹം അതാണല്ലോ. അപ്പോൾ പല വേഷത്തിൽ ആടാൻ അവൾ തീരുമാനിക്കുന്നു. മറ്റുള്ളവർ തന്നോടൊപ്പം ആടണമെന്നുമാണ്. നേരത്തെ ഇതുവരെ ആടിയിട്ടുള്ളത് മറ്റുള്ളവർക്കനുസരിച്ച് താൻ ആടുകയായിരുന്നു എന്നും ഇനി മുതൽ താൻ ആടുന്നു, മറ്റുള്ളവർ തന്നോടൊപ്പം ആടണമെന്നുമാണ് അവൾ ആഗ്രഹിക്കുന്നത്. കൂട്ടുകാരിയായ മാധവിയെ വിളിക്കുന്നു.
എന്നിട്ട് മറ്റൊരാളോട് വരാൻ പറയുകയാണ്. അത് വേറെ ആരുമല്ല, ശങ്കരപ്പണിക്കരാണ്. കീചക വേഷം കെട്ടുന്ന ശങ്കരപ്പണിക്കരാണ്. അയാളോട് വരാൻ പറയുന്നു. അയാൾ വരുന്നു. പ്രണയത്തോടുകൂടി, പാരവശ്യത്തോടുകൂടി രണ്ടുപേരും ചേർന്ന് ആ രംഗത്ത് ആടുകയും ചെയ്യുന്നു. ഈ സമയം നിറങ്ങളിൽ ലയിച്ച് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയെ നമുക്ക് അപ്പുറത്ത് കാണുകയും ചെയ്യാം. ഇപ്പുറത്ത് താത്രിക്കുട്ടി തൻ്റെ പ്രണയഭാവങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അപ്പുറത്ത് പെൺകുട്ടിയും തൻ്റെ പ്രണയഭാവങ്ങൾ ആവിഷ്കരിക്കുന്നു. അവളും തൻ്റെ പ്രണയത്തിൽ ലയിച്ചിരിക്കുകയാണ്. ഈ സമയം നമ്പ്യാത്തൻ്റെ ഉറക്കെയുള്ള ശബ്ദം കേൾക്കാം. താത്രിക്കുട്ടിക്കെതിരെ അവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഗൂഢാലോചനയിൽ ആ നമ്പൂതിരിമാരുടെ കൂടെ കൂടാൻ വേണ്ടി ഇയാൾ നിശ്ചയിക്കുകയാണ്. 10ാമത്തെ രംഗത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ചുറ്റും പത്രപ്രവർത്തകർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പത്രപ്രവർത്തകർക്ക് മുമ്പിൽ, അവരുടെ നടുവിൽ അവരുന്നയിക്കുന്ന ചോദ്യങ്ങളെ നേരിടാൻ ഭയന്ന് പരിഭ്രമിച്ചിരിക്കുന്ന പെൺകുട്ടിയെയാണ് നമുക്ക് രംഗം 10ൽ കാണാൻ സാധിക്കുന്നത്. പത്രപ്രവർത്തകർക്ക് ഇവരുടെ ഒരു കഥ വേണം. ആ കഥ ഒരു മെയിൻ സ്റ്റോറി ആക്കണം. അവർക്കതാണല്ലോ വേണ്ടത്. ഏത് വിഷയമുണ്ടാകുമ്പോഴും ഏത് വാർത്തയുണ്ടാകുമ്പോഴും വായനക്കാർക്ക് പറ്റുന്ന ഒരു സ്റ്റോറിയാക്കി മാറ്റണം, മെയിൻ സ്റ്റോറിയാക്കി മാറ്റണം. അതാണ് ഇവിടെ കൂടിയിരിക്കുന്ന പത്രപ്രവർത്തകരുടെയും ആഗ്രഹം. അവൾ എങ്ങനെയാണ് ട്രാപ്പിൽപ്പെട്ടത്? അവരെത്ര പേരുണ്ടായിരുന്നു? എവിടെ വെച്ചൊക്കെയാണ് പീഡിപ്പിച്ചത്? ഇതൊക്കെയാണ് അവർക്കറിയേണ്ടത്. ചോദ്യശരങ്ങളും പത്രക്കാരുടെ ഇടപെടലും ഒക്കെ കൊണ്ട് പേടിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ ഒരു സ്ത്രീ വന്ന് സമാധാനിപ്പിക്കുകയാണ്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും നീ ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്ന് ആ സ്ത്രീ അവളോട് പറയുന്നുണ്ട്. എന്നാൽ അവരുടെ ഉദ്ദേശവും മറ്റൊന്നായിരുന്നില്ല. വളരെ രഹസ്യമായി പെൺകുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നാണ് ആ സ്ത്രീയും വിചാരിക്കുന്നത്. അപ്പോൾ നോക്കും, സംരക്ഷിക്കാൻ സാധിക്കും എന്ന് തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ ഒരു സ്ത്രീ കടന്നു വരികയും അവരുടെയും ഉദ്ദേശം എന്താണോ പത്രക്കാരുടെ ഉദ്ദേശം അത് തന്നെയാണ് ഇവരുടെയും ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ രംഗത്ത് വാൻ ഗോഗിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് പ്രണയവും പീഡനവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അവർ നീട്ടിയ മൈക്രോഫോണിന്റെ കോഡ് വയറിൽ പെൺകുട്ടി കുരുങ്ങിപ്പോകുന്നു. അങ്ങനെ കുരുങ്ങി നിൽക്കുന്ന സമയത്ത് ആ ഒരു പോസിൽ അവരൊരു ഫോട്ടോ എടുക്കുകയാണ്. അവളുടെ ജീവിത കഥ നാട്ടിൽ സംസാര വിഷയമാക്കാമെന്നും വലിയ സംസാര വിഷയമാക്കാമെന്നും ആളുകളുടെ ഹൃദയം ഇളക്കുന്ന മട്ടിൽ അത് അവതരിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നും ഞങ്ങൾ ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് അവർ തൻ്റെ സംഘത്തോടൊപ്പം പിൻവാങ്ങുന്ന സമയത്ത് ആ മൈക്രോഫോണിന്റെ വയർ ഊരിക്കളയാനാവാതെ വിഷമിക്കുന്ന പെൺകുട്ടിയെ നമുക്ക് കാണാം. അപ്പോൾ ആ മൈക്രോഫോൺ എന്ന് പറയുന്നതും ഒരു പ്രതീകമാണ്. വാൻ ഗോഗിന്റെ ചിത്രവും ഒരു പ്രതീകമായി വരുന്നു. ഇങ്ങനെ പ്രതീകങ്ങൾ കൊണ്ട് മനുഷ്യരെയും പ്രതീകങ്ങളെയും ചേർത്ത് നൽകിക്കൊണ്ട് ഈ പെൺകുട്ടി അനുഭവിക്കുന്ന ജീവിത പ്രശ്നത്തെ അവതരിപ്പിക്കാനാണ് നാടകകൃത്ത് ശ്രമിക്കുന്നത്. 11ാമത്തെ രംഗത്തിലേക്ക് കടക്കുമ്പോൾ താത്രിക്കുട്ടിയെക്കുറിച്ച് രാമൻ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. ഭർത്താവായ രാമൻ തൻ്റെ ഭാര്യയെക്കുറിച്ചാണ് കേട്ടത്. ആ കാര്യങ്ങളൊക്കെ നമ്പ്യാത്തനോട് ചോദിക്കുകയാണ്. എന്നാൽ അയാൾ രാമനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നു. അങ്ങനെ താത്രിയെ വിചാരണ നടത്തി ഭ്രഷ്ടാക്കാൻ തീരുമാനിച്ചാൽ തങ്ങളൊക്കെ കുടുങ്ങുമെന്ന് താത്രിക്കുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവരും വിചാരിക്കുന്നു. മാധവിയെ കൂട്ടുപിടിച്ച് താത്രിക്ക് രാത്രിയിൽ മറ്റാരുമായോ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവർ തമ്മിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. താത്രിക്കുട്ടിയെ ഒറ്റപ്പെടുത്താനും താത്രിക്കുട്ടിക്ക് മറ്റാരുമായോ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ കാര്യമൊക്കെ താത്രിക്കുട്ടിയുടെ അച്ഛനും അറിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഗൂഢാലോചന ഒരിക്കലും പുറത്തറിയരുത് എന്ന് ആ അച്ഛനെയും ചട്ടം കിട്ടുന്നുണ്ട്. രംഗം 12ലേക്ക് കടക്കുമ്പോൾ നമ്മൾ വീണ്ടും താത്രിക്കുട്ടിയെ കാണുന്നു. കള്ളൻ കയറി മോഹം സാധിച്ചു പോയി എന്ന് താത്രിക്കുട്ടിയുടെ പേരിൽ അവരെഴുതി വെച്ച ഒരു കാര്യം താത്രിക്കുട്ടി അറിയുന്നുണ്ട്. ഭർത്താവായ രാമൻ അതേക്കുറിച്ച് നിഷ്കളങ്കമായി താത്രിക്കുട്ടിയോട് ചോദിക്കുന്നുമുണ്ട്. ഒരുപാട് കള്ളന്മാർ വന്നുവെന്നും അവരുടെ മോഹം സാധിച്ചു പോവുകയും ചെയ്തു എന്നും താത്രിക്കുട്ടി പറയുന്നുണ്ടെങ്കിലും രാമന് അതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. താത്രിക്കുട്ടിയുടെ ഏത് പ്രശ്നത്തിലും താൻ കൂടെയുണ്ട് എന്ന് തന്നെയാണ് രാമൻ അവളെ അറിയിക്കുന്നത്. അപ്പോൾ താത്രിക്കുട്ടിയുടെ കൂടെ അവിടെ പ്രശ്നത്തിൽ കൈകോർത്ത് നിന്ന് കൂടെ നിൽക്കാൻ രാമൻ ശ്രമിക്കുന്നുണ്ട്. അവസാന രംഗത്തിലേക്ക് കടക്കുകയാണ്. രംഗം 13. താത്രിയെ വിചാരണയുടെ ഭാഗമായി 5ാം പുരയിലേക്ക് ആക്കിയിരിക്കുകയാണ്. അയിത്തമുള്ള ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ 5ാം പുര ഉണ്ടാക്കുന്നത്. അവളുടെ ദുരിതത്തിൽ മാധവിക്ക് അതിയായ സങ്കടമുണ്ട്. മാധവി മാത്രമല്ല ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളൂ, അവളുടെ പ്രശ്നങ്ങൾ അറിയുന്നുള്ളൂ. അവളുടെ ആ 5ാം പുരയുടെ അടുത്തേക്ക് അവളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോവിന്ദനും ദേശമംഗലത്ത് നമ്പൂതിരിയും ഓക്കിട്ടിരിയും ഒക്കെ പാത്തും പതുങ്ങിയൊക്കെ കടന്നു വരുന്നുണ്ട്. ആ സമയത്ത് മാധവി അവരെ ആട്ടിപ്പായിക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കണം എന്നാണ് അവരിപ്പോൾ പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കുന്നത്. താത്രിക്കുട്ടിയുടെ കാലുപിടിക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.
തങ്ങളുടെ പേര് പറയരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവർ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അവർ പോയതിനു ശേഷം അതിൻ്റെ പിന്നാലെ മാധവനും കടന്നു വരുന്നു. കടന്നു വരുന്ന ആളുകളെയൊക്കെ മാധവി ചീത്ത പറഞ്ഞ് പരിഹസിച്ച് വിടുകയാണ് ചെയ്യുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അച്ഛനായ കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരിയും കടന്നു വന്ന് പുറത്തു വന്ന് എത്തി നോക്കുന്നുണ്ട്. അത് കാണുമ്പോഴാണ് മാധവി ആ പെൺകുട്ടി അമ്പരക്കുന്നത്. എത്രയോ ആളുകൾ ഇവിടെ വന്ന് താത്രിക്കുട്ടിയുമായി ബന്ധം പുലർത്തിയിരുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് അവളോട് കെഞ്ചി കേണ് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അവിടേക്ക് കടന്നു വരുന്നത് അവളുടെ സ്വന്തം അച്ഛനാണ് എന്ന് മനസ്സിലാക്കുന്ന പെൺകുട്ടി മാധവി അത് കണ്ട് അമ്പരക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന പെൺകുട്ടിയോട് തന്നെ ഉപയോഗിച്ചവരിൽ തൻ്റെ അച്ഛനും ഉണ്ട് എന്ന കാര്യം താത്രിക്കുട്ടി അറിയിക്കുകയാണ്. സ്വന്തം അച്ഛൻ അവളെ പീഡിപ്പിച്ച കാര്യം പറയുന്നത് കേട്ട് ആ പെൺകുട്ടി അലറിക്കരയുകയാണ്. മാധവി ഒട്ടും സംശയിക്കുന്നില്ല, അയാളെയും ആട്ടിയോടിക്കുന്നു. സ്മാർത്തൻ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. തെളിവ് എവിടെ എന്നാണ് മാധവിയെ മുൻനിർത്തി ചോദിക്കുന്നത്. നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. അകത്തിരിക്കുന്ന 5-ാം പുരയിലിരിക്കുന്ന താത്രിക്കുട്ടിയോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്ന് സ്മാർത്തൻ മാധവിയോട് ചോദിക്കുന്നു, മാധവി അത് താത്രിക്കുട്ടിയോട് ചോദിക്കുന്നു. ഉത്തരവും അതേപോലെ തന്നെ. താത്രിക്കുട്ടി ഉത്തരം പറയുന്നു, അത് മാധവിയിലൂടെ സ്മാർത്തനിലേക്ക് എത്തുന്നു. ഇങ്ങനെ മാധവിയെ മുൻനിർത്തി ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എല്ലാറ്റിനും തെളിവ് എന്താണ് എന്നാണ് അവരുടെയൊക്കെ ചോദ്യം. അപ്പൊ താത്രിക്കുട്ടി താനുമായി ബന്ധപ്പെട്ട പുരുഷന്മാരുടെ അടയാളങ്ങൾ കൃത്യമായി പറയുന്നു. തൻ്റെ കൈവിരലിലെ മോതിരം ഊരിക്കാണിച്ച് കുറച്ച് ശബ്ദത്തോടുകൂടി 65-ാമത്തെ ആൾ എന്ന് അവൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴേക്ക് സ്മാർത്തൻ വിചാരണ നിർത്തുകയാണ്. ഇനിയും വിചാരണ തുടർന്നു കഴിഞ്ഞാൽ ഇനിയും ആളുകളുടെ പേര് വരും എന്ന് തന്നെ അയാൾ ഭയക്കുന്നുണ്ട്. അവർ തന്നെ ശിക്ഷിക്കുമെന്നും പടിയടച്ച് പിണ്ഡം വയ്ക്കുമെന്നും ഒക്കെ പരിഹാസത്തോടുകൂടി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് താത്രി തൻ്റെ മറക്കുടയും പുതമുണ്ടും ഒക്കെ വലിച്ചെറിയുകയാണ്. തൻ്റെ കയ്യിലെ മോതിരം ഉയർത്തിപ്പിടിച്ച് 65-ാമത്തെ ആൾ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ നടക്കുകയാണ്. ഈ സമയം പെൺകുട്ടി താത്രിക്കുട്ടിയിൽ നിന്നും ആ മോതിരം വാങ്ങി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിൽ രാജാവിൻ്റെ മുദ്രയാണുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിക്കുന്നിടത്താണ് ഈ നാടകം അവസാനിക്കുന്നത്. ഈ നാടകത്തിന് ശേഷം ഒരു ചെറിയ രംഗം കൂടിയുണ്ട്. ആ മോതിരത്തിൽ നോക്കി പരിഭ്രമിച്ചു നിൽക്കുന്ന പെൺകുട്ടിയെ നമുക്ക് കാണാം. താത്രി വലിച്ചെറിഞ്ഞ മറക്കുടയ്ക്കുള്ളിൽ ഒളിക്കുന്ന പെൺകുട്ടി. താത്രിയും മാധവിയും നടന്നകലുമ്പോൾ തങ്ങളെ നോക്കി കരയുന്ന പെൺകുട്ടിയെ നോക്കി അവർ ചിരിച്ച് കടന്നു പോകുന്നു. അവൾ എഴുന്നേൽക്കുമ്പോൾ പശ്ചാത്തലത്തിൽ എം ഗോവിന്ദിന്റെ കവിതയിലെ വരികൾ നമ്മൾ കേൾക്കുന്നു. നിൻ വഴി കാണുക നിൻ കണ്ണാൽ തന്നെ നീ, നിന്റെ മറക്കുട നീലവാനം, ഓർമ്മയും മർമ്മം പിളരുന്ന നോവാകും ഇന്ന് മറവിയിൽ നിൻ പിറവി. ഈ കവിത അങ്ങനെ കേട്ടുകൊണ്ട് പെൺകുട്ടി മോതിരത്തിൽ നോക്കി നിൽക്കുന്ന ഇടത്ത് നാടകം അവസാനിക്കുന്നു. ഇതാണ് നാടകം. ഓരോരോ കാലത്തിലും എന്ന നാടകത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, നാടകം എന്ന് പറയുന്ന കല, ഈ രംഗത്തേക്ക് അഭിനേതാക്കളായിട്ട് ധാരാളം സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ സ്ത്രീ രചനകൾ അപൂർവമായിട്ടേ വന്നിട്ടുള്ളൂ. നമ്പൂതിരി നാടകത്രയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന ഒരു നാടകം സ്ത്രീകളുടെ നേതൃത്വത്തിൽ വന്നതൊക്കെ നമുക്കറിയാം. അങ്ങനെ സ്ത്രീരചനകൾ അപൂർവമായ ഒരു മേഖലയാണ് നാടകം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിലേക്കാണ് ശക്തമായ രചനകളുമായി ശ്രീജ ആറങ്ങോട്ടുകര കടന്നു വരുന്നത്. താത്രിക്കുട്ടിയുടെ ജീവിതത്തിലെ സ്മാർത്ത വിചാരം നടക്കുന്ന 1905 നിന്ന് ഈ കഥ പറയുന്ന 2000 ഒരു നൂറ്റാണ്ടിന്റെ അകലം മാത്രമാണുള്ളത്. കുറിയടത്ത് താത്രി സ്മാർത്ത വിചാരം ചെയ്യപ്പെട്ട് ഭ്രഷ്ടയാക്കപ്പെട്ടത് 1905 കുറിയടത്ത് താത്രിയുടെ ജീവിതത്തെ മുൻനിർത്തി പലരും പല രീതിയിൽ കഥകളും കവിതകളും സിനിമയും നാടകവും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് എപ്പോഴോ നിഷ്കാസനം ചെയ്യപ്പെട്ട് കുറിയടത്ത് താത്രി എന്ന് പറയുന്നത് തന്നെ, ആ കഥാപാത്രം തന്നെ ഒരു മിത്തായി മാറിയിട്ടുണ്ട്. അവരുടെ പ്രദേശങ്ങളിൽ ഇപ്പോഴും ശാപവാക്കുകളായും പരിഹാസവചനങ്ങളുമൊക്കെയായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പേരാണ് താത്രിക്കുട്ടി എന്ന പെൺകുട്ടിയുടെ പേര്. അന്നത്തേതിൽ നിന്ന് വർത്തമാനകാലത്തിലേക്ക് എത്തിയപ്പോൾ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളും സാംസ്കാരിക സാഹചര്യങ്ങളിലും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാം. നോക്കും, ജാതി മേധാവിത്വവും പുരുഷാധിപത്യവും അന്ന് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുതന്നെ ഇന്നും തുടരുകയാണ്. ഇത്തരത്തിലുള്ള സാമൂഹിക വ്യവസ്ഥകൾക്കെതിരെ വലിയ മുന്നേറ്റം ഇവിടെ നടന്നിട്ടുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിൽ ഒട്ടേറെ സാമൂഹിക നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സമൂഹത്തിനൊക്കെ ഊർജം നൽകുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും
ആ കാലത്തിൻ്റെ വിഴുപ്പുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. നോക്കൂ, താത്രിക്കുട്ടിയുടെ കാര്യം ഒന്ന് നോക്കും. സ്വന്തം അച്ഛനിൽ നിന്നും ഗുരുനാഥന്മാരിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നുമൊക്കെ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ സ്വന്തം ബന്ധുക്കളിൽ നിന്നു തന്നെയാണ്, സമൂഹത്തിൽ നിന്നു തന്നെയാണ്, അംഗീകരിക്കപ്പെട്ട പല വ്യക്തികളിൽ നിന്നു തന്നെയാണ്, കലാകാരന്മാരിൽ നിന്നുമാണ് അവൾക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. 64 ആളുകളുടെ പേരുകൾ അവൾ പറയുന്നു. 65ാമതായിട്ട് രാജാവിൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ നാടകത്തിൽ പെൺകുട്ടി നടന്നു പോകുന്നത്. അത് നമ്മൾ കണ്ടല്ലോ. സമൂഹം താത്രിക്കുട്ടിയെ ചിത്രീകരിച്ചത് എങ്ങനെയാണ്? കാമം തലയ്ക്ക് പിടിച്ചൊരു പെൺകുട്ടിയാണ് എന്നാണ് സമൂഹം അവളെ ആക്ഷേപിച്ചത്. എന്നാൽ അവൾ എങ്ങനെയാണ് ആ രീതിയിൽ ആയിത്തീർന്നത് എന്ന് സമൂഹം വിലയിരുത്തുന്നില്ല. സമൂഹം വലിയ ഒരു സുരക്ഷാ വലയം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി തീർത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സുരക്ഷാ വലയങ്ങൾക്കുള്ളിൽ തന്നെയാണ് താൻ പീഡിപ്പിക്കപ്പെട്ടത് എന്നതാണ് താത്രിക്കുട്ടിയുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം. ഈ നാടകത്തിലെ വർത്തമാനകാലത്തെ പെൺകുട്ടിയും അതേ നിലയിൽ തന്നെയാണ്. സമൂഹം കൽപ്പിച്ചിട്ടുള്ള സുരക്ഷാ കവചങ്ങളെല്ലാം നിലനിൽക്കെ തന്നെയാണ് ആ പെൺകുട്ടിയും പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ കാലം മാറിയാലും പീഡനങ്ങൾക്ക് അവസാനമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. താത്രിക്കുട്ടി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഈ നാടകത്തിൽ അത് അവതരിപ്പിക്കുന്നു. സ്വതന്ത്ര ചിന്താഗതിയുള്ള, വായനയെയും കലയെയും സ്നേഹിക്കുന്ന, അതിനോട് ആഭിമുഖ്യമുള്ള, വ്യക്തി സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാവിത്രിയെ നമുക്കിവിടെ കാണാം. ഇങ്ങനെയുള്ളൊരു സാവിത്രിയെ, ഇങ്ങനെയുള്ളൊരു താത്രിക്കുട്ടിയെ നമ്മൾ കണ്ടിട്ടില്ല. സമൂഹം കണ്ടിട്ടുള്ളത് സ്മാർത്ത വിചാരം ചെയ്യപ്പെട്ട് ഇപ്പോഴും സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാമഭ്രാന്തിയായിട്ടുള്ള ഒരു താത്രിക്കുട്ടിയെ മാത്രമേ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നാടകം അവതരിപ്പിക്കുന്നത് ഈ മട്ടിലാണ്. സ്വതന്ത്ര ചിന്താഗതിയുള്ള, വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന, കലയോട് ആഭിമുഖ്യമുള്ള ഒരു സാവിത്രിയെ ഈ നാടകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ നാടകത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വലിയ ഒരു മാറ്റമാണ്. 2 കാലഘട്ടത്തിലുള്ള സ്ത്രീകളെയാണല്ലോ ഈ നാടകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വർത്തമാനത്തിലെ ഒരു പെൺകുട്ടിയിൽ നിന്ന് താത്രിയിലേക്കും, താത്രിയിൽ നിന്ന് വർത്തമാനകാലത്തിലെ പെൺകുട്ടിയിലേക്കും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വന്ന് പരസ്പരം ബന്ധപ്പെടുത്തുന്ന, രണ്ടും ഒന്നു തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന മട്ടിലുള്ള ഒരു ആവിഷ്കാരമാണ് ഈ നാടകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ടും 2 കാലത്തിലാണെങ്കിലും 2 സംസ്കാരത്തിലാണുള്ളതെങ്കിലും, സംസ്കാരത്തിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാ കാലത്തും ഒരേ സ്വഭാവം തന്നെയാണ് എന്ന് ഈ നാടകം വെളിപ്പെടുത്തുന്നുണ്ട്. നാടകത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വാൻഗോഗിന്റെ ചിത്രവുമായിരിക്കുന്ന പെൺകുട്ടിയെയാണല്ലോ. അപ്പൊ പ്രണയത്തെ ബന്ധപ്പെടുത്താനുള്ള ഒരു പ്രതീകമായിട്ടാണ് വാൻഗോഗിന്റെ ചിത്രത്തെ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സോളമന്റെ പ്രണയഗീതങ്ങളും നമ്മൾ കേൾക്കുന്നു. അപ്പോൾ പ്രണയത്തെ ആഗ്രഹിക്കുന്ന, സ്നേഹത്തെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ്, വർത്തമാന പെൺകുട്ടിയെയാണ് നാടകത്തിലെ ആദ്യ രംഗത്തിൽ തന്നെ കാണുന്ന വർത്തമാനകാലത്തിലെ പെൺകുട്ടി അവതരിപ്പിക്കുന്നത്. അതേസമയം ഭൂതകാലത്തിലെ താത്രിക്കുട്ടിയും അതേ രീതിയിൽ തന്നെ പ്രണയം കാക്ഷിക്കുന്നവളാണ്, പ്രണയത്തെ ആഗ്രഹിക്കുന്നവളാണ്. താത്രിക്കുട്ടി മറ്റുള്ളവരെ സംബന്ധിച്ച് ഒരു ശരീരം മാത്രമായിരുന്നു, ഒരു പെൺ ശരീരം മാത്രമായിരുന്നു, ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു സാധനം മാത്രമായിരുന്നു. പിന്നീട് അവൾ സ്മാർത്ത വിചാരം നടത്തുന്ന സാധനമായി മാറുകയും ചെയ്യുന്നുണ്ട്. അക്കാലത്ത് ശാരീരികമായ ആവശ്യം നിറവേറ്റുന്നതിനുള്ള ഒരു വസ്തു എന്നതിനപ്പുറത്ത് സ്ത്രീക്ക് ഒരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് താത്രി തൻ്റെ പ്രണയം തുറന്നു പറയാൻ ശ്രമിച്ചത്, തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ കാമനകൾ, അഭിലാഷങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. എന്തൊക്കെയായിരുന്നു? നേരത്തെ സൂചിപ്പിച്ചു, അവൾക്ക് വായന ഇഷ്ടമായിരുന്നു, കഥകൾ ഇഷ്ടമായിരുന്നു, ആനക്കമ്പമുണ്ട്. ഇതൊക്കെ അവളുടെ ഇഷ്ടങ്ങളാണ്, അതൊക്കെ അവളുടെ സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് താത്രിക്കുട്ടി. അങ്ങനെ ഒരു വ്യക്തിത്വം താത്രിക്കുട്ടിക്ക് കൊടുക്കാൻ നാടകകൃത്തിന് സാധിക്കുന്നുണ്ട്. ആദ്യ സമയത്ത് പീഡിപ്പിക്കപ്പെട്ട താത്രിക്കുട്ടി പിന്നീട് അവളുടെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുകയാണ്. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കണ്ട് അവളുമായി ബന്ധപ്പെട്ട പുരുഷന്മാരെല്ലാം പേടിച്ചു പോവുകയും അവിടെ കാൽക്കൽ നിന്ന് അതിനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് യാചിക്കുന്ന ഒരവസ്ഥ വരെ നമ്മൾ നാടകത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്. പുരുഷാധിപത്യത്തിന്റെ ഭയമാണത്. സ്ത്രീ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന് തോന്നുന്ന ഘട്ടത്തിലൊക്കെ പുരുഷാധിപത്യത്തിന് ഭയമുണ്ടായിട്ടുണ്ട്. ആ ഭയമാണ് പുരുഷ സമൂഹം ഒന്നടങ്കം അവളെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കാനുള്ള കാരണവും. അതേപോലെ തന്നെ വ്യക്തിത്വമുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ നാടകത്തിൽ ആദ്യം കടന്നു വരുന്ന പെൺകുട്ടിയും. സ്വന്തം നിശ്ചയങ്ങളുണ്ട് അവൾക്ക്, സ്വന്തം അഭിലാഷങ്ങളുണ്ട്. താത്രിക്കുട്ടിയെ പോലെ തന്നെ
അങ്ങനെ ഒരു സ്ത്രീ സ്വത്വം വർത്തമാനകാലത്തെ പെൺകുട്ടിയിലും നാടകകൃത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അവളെ മനസ്സിലാക്കാനോ അവളെ ഉൾക്കൊള്ളാനോ പാകത്തിലുള്ള ഒരു കാമുകൻ അവൾക്കുണ്ടായിരുന്നില്ല. പ്രണയത്തിന്റെ പേരും പറഞ്ഞ് അവളുടെ ശരീരത്തിൽ ആഘോഷിക്കുന്ന ഒരു മനുഷ്യനെയാണ് ആ കാമുകനിൽ ആദ്യ രംഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കാമുകനിൽ നിന്ന് മറ്റനേകം പുരുഷന്മാരിലേക്ക് അത് വ്യാപിക്കുന്നു. താത്രിക്കുട്ടിയെ പോലെ തന്നെ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളായി ആ പെൺകുട്ടി മാറുകയും ചെയ്യുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. താത്രിക്കുട്ടിക്ക് ഒരു ഘട്ടത്തിൽ ധൈര്യം തിരിച്ചു കിട്ടുകയും അവൾ തന്നെ പീഡിപ്പിച്ച ആളുകളുടെ പേര് പറയാൻ സന്നദ്ധത കാണിക്കുകയും ധൈര്യപൂർവ്വം അത് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിക്ക്, വർത്തമാനകാലത്തെ പെൺകുട്ടിക്ക് ആരാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന് പറയാനുള്ള ധൈര്യമില്ല, പ്രതിരോധിക്കാനുള്ള ശക്തി ലഭിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. താത്രിക്കുട്ടി ഉപേക്ഷിച്ച മറക്കുടയിലേക്കും പുതപ്പിലേക്കും ഒതുങ്ങുന്ന പെൺകുട്ടിയെയാണ് നാടകത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. ഇതൊരു നിസ്സഹായ അവസ്ഥയാണ്. കാലം അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യബോധവും വ്യക്തി സ്വാതന്ത്ര്യബോധവും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ ആധുനിക സ്ത്രീയുടെ കാര്യത്തിൽ ഇപ്പോഴും നിസ്സഹായ അവസ്ഥ തന്നെയാണ് ഉള്ളത് എന്ന് ഈ നാടകം ഈ പെൺകുട്ടിയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. താത്രിക്കുട്ടി ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ, സ്ഥൈര്യം കാണിക്കുന്നുണ്ടല്ലോ, പക്ഷെ അതുപോലും കാണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിസ്സഹായ അവസ്ഥയാണ് ഈ പെൺകുട്ടിക്കുള്ളത് എന്നാണ് നാടകം വെളിപ്പെടുത്തുന്നത്. അവൾക്ക് തണലേകാൻ, അവൾക്ക് ധൈര്യം കൊടുക്കാൻ പുറത്തു നിന്ന് ആരും വരാൻ പോകുന്നില്ല. അകത്തു നിന്നു തന്നെയാണ് ധൈര്യം സംഭരിക്കേണ്ടത് എന്ന് താത്രിക്കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാടകകൃത്ത് വർത്തമാനകാലത്തെ പെൺകുട്ടികളോട് വിളിച്ചു പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മാധവിയെ മുൻനിർത്തി അശ്ലീല ചുവയുള്ള വാക്കുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ സ്മാർത്തന്റെ മറ്റൊരു രൂപമാണ് വർത്തമാനകാലത്തെ പെൺകുട്ടിയുടെ മുമ്പിൽ നിന്ന് ആ പെൺകുട്ടിക്ക് വട്ടം ചുറ്റി നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന, തങ്ങൾക്ക് കഥ മെനയാൻ പാകത്തിലുള്ള കഥകൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന പത്രപ്രവർത്തകർക്കും ഉള്ളത് എന്ന് നാടകകൃത്ത് വിളിച്ചു പറയുന്നു. എല്ലാവർക്കും ഇഷ്ടം ഇത്തരത്തിലുള്ള എരിവും പുളിയുമുള്ള കഥകളാണ്. അത് നമുക്ക് വർത്തമാനകാലത്തെ പല സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ അടക്കം വന്നിട്ടുള്ള വാർത്തകൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. നമ്മളൊക്കെ ഒരു മനോരോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അത്തരം മനോരോഗികളുടെ പ്രതീകങ്ങളാണ് സ്മാർത്തനും ഈ പത്രപ്രവർത്തകരും. അവളെ രക്ഷിക്കാൻ എന്ന മട്ടിൽ ചോദ്യങ്ങൾ ചോദിച്ച് പോയ ആ സ്ത്രീയും അടക്കമുള്ള ആളുകൾ അതിൻ്റെ പ്രതീകമാണ്. ഇവിടെ ഇരകളാണല്ലോ താത്രിക്കുട്ടിയും ഈ പെൺകുട്ടിയും അടക്കമുള്ളവർ. ഇരയാക്കപ്പെട്ടവരോട് ആർക്കും ദയയില്ല, സഹാനുഭൂതിയില്ല. അവർക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആളുകളെ തൃപ്തിയാക്കുന്ന മട്ടിലുള്ള എരിവും പുളിയുമുള്ള കഥകൾ മെനയാൻ മാത്രമാണ് അവർ ഈ പെൺകുട്ടിയെ സമീപിക്കുന്നത്. അല്ലാതെ അവളെ ആശ്വസിപ്പിക്കാനല്ല, അവളോടുള്ള സഹാനുഭൂതി കൊണ്ടുമല്ല. ഈ രണ്ട് കഥാപാത്രങ്ങളിലും, പെൺകുട്ടിയിലും താത്രിക്കുട്ടിയിലും നമ്മൾ കാണുന്ന പൊതുവായ ഒരു സംഗതി പ്രണയത്തോടുള്ള ആഭിമുഖ്യമാണ്, കലയോടുള്ള ആഭിമുഖ്യമാണ്, വായനയോടും ചിത്രത്തോടുമൊക്കെയുള്ള ആഭിമുഖ്യമാണ് രണ്ട് കഥാപാത്രങ്ങളിലും നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രണയബോധം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഈ കഥാപാത്രങ്ങൾക്ക്. അപ്പോൾ അത് ആവിഷ്കരിക്കാനുള്ള ശ്രമമാണ് പെൺകുട്ടി നടത്തുന്നത്, അത് ആവിഷ്കരിക്കാനുള്ള ശ്രമമാണ് താത്രിക്കുട്ടി നടത്തുന്നത്. ഈ രണ്ടു കൂട്ടർക്കും, പെൺകുട്ടിക്കും താത്രിക്കുട്ടിക്കും ഒരേ സമയം അതിൽ വിഘ്നം വരുന്നു. അതിൽ മുന്നോട്ട് പോകാൻ, പ്രണയത്തിന്റെ ലോകത്തിലൂടെ മുന്നോട്ട് പോകാൻ രണ്ടു പേർക്കും സാധിക്കുന്നില്ല. വാൻഗോഗിന്റെ ചിത്രമാണ് ഇവിടെ പെൺകുട്ടി ഉപയോഗിക്കുന്നത് എങ്കിൽ താത്രിക്കുട്ടി ഉപയോഗിക്കുന്നത് നളചരിതം ആട്ടക്കഥയാണ്. താത്രിക്കുട്ടിയെ സംബന്ധിച്ച് അവളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു യാത്രയാണത്. പൗരോഹിത്യവും പുരുഷാധിപത്യവും സവർണ മേധാവിത്വവും ഒക്കെ തന്നിൽ അടിച്ചേൽപ്പിച്ച എല്ലാ അടയാളങ്ങളെയും കുടഞ്ഞെറിഞ്ഞുകൊണ്ടാണ് അവൾ സ്വാതന്ത്ര്യത്തിലേക്ക് യാത്രയാവുന്നത്. അത് സ്വയം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അതിൻ്റെ പ്രതീകമെന്നോണമാണ് തൻ്റെ മറക്കുടയും പുതമുണ്ടും വലിച്ചെറിയുന്നത്. എന്നാൽ വർത്തമാനകാലത്തെ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിസ്സഹായതയോടുകൂടി ആരുടെയും മുഖത്തു നോക്കാൻ പറ്റാതെ ധൈര്യം ചോർന്നുപോയ ഒരു വ്യക്തിയായി അവൾ മാറുകയും താത്രിക്കുട്ടി ഉപേക്ഷിച്ച മറക്കുടയ്ക്കുള്ളിലേക്കും ആ പുതപ്പിലേക്കും ഒളിഞ്ഞിരിക്കുന്ന, അതിൽ അഭയം തേടുന്ന ഒരു കഥാപാത്രമായി വർത്തമാനകാലത്തെ പെൺകുട്ടി മാറുന്നു. എന്നാൽ താത്രിക്കുട്ടിയുടെ ജീവിതം, താത്രിക്കുട്ടിയുടെ സന്ദേശം അവളെ ഉണർത്താൻ സാധ്യതയുള്ള ഒന്നായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് താത്രിക്കുട്ടിയുടെ സന്ദേശം വലിയൊരു സന്ദേശമായിട്ട് മാറുന്നത്. നിന്റെ വഴി നീ തന്നെയാണ് നിശ്ചയിക്കേണ്ടത് എന്നും, മറക്കുടയല്ല നീലവാനമാണ് നിന്റെ കുടയെന്നും അവൾ വിളിച്ചു പറയുന്നത്. അങ്ങനെ ഒരു കവിതയാണല്ലോ ഈ നാടകത്തിൻ്റെ അവസാനത്തിൽ വരുന്നത്.
ഇതുവരെ ഉണ്ടായ വേദനകളിൽ നിന്നും, കഠിനമായ വേദനകളിൽ നിന്നും, അനുഭവങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടണമെന്നും ഇനി നീ പുതിയ ഒരു ജന്മമായി തീരണമെന്നുമുള്ള പ്രഖ്യാപനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധൈര്യം ആ കവിത ഈ കഥാപാത്രത്തിന് നൽകുന്നുണ്ട്. എം ഗോവിന്ദൻ്റെ കവിതയാണത്. അപ്പോൾ എം ഗോവിന്ദൻ്റെ കവിത ഈ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്, ഈ രംഗത്ത് അവതരിപ്പിക്കുന്നത് താത്രിക്കുട്ടി നൽകിയ ആ സ്വാതന്ത്ര്യബോധത്തെ, ആ വ്യക്തി സ്വാതന്ത്ര്യബോധത്തെ വർത്തമാനകാല പെൺകുട്ടിയിലേക്ക് ലയിപ്പിക്കാൻ മറ്റൊരു കണ്ണിയുടെയും ആവശ്യമില്ല. എം ഗോവിന്ദൻ്റെ കവിതാ ശകലങ്ങളിലൂടെ താത്രിക്കുട്ടിയുടെ ധൈര്യം വർത്തമാനകാല പെൺകുട്ടിയിലേക്ക് ചെന്നു ചേരുന്നതായി നമുക്ക് സങ്കല്പിക്കാം. അതവളെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവസാനത്തെ തെളിവായി ഉയർത്തിപ്പിടിച്ച മോതിരം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇത് രാജാവിൻ്റെയാണ്, ഇത് രാജാവിൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ താത്രിക്കുട്ടിയുടെ ജീവിതവും താത്രിക്കുട്ടി മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യബോധവും ഈ പുതിയ പെൺകുട്ടിയിലേക്കും വരുന്നതായും, കവിത തന്നെ അതിന് പ്രേരണയാകുന്നതായും, അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് അവൾ വളർന്നു വരുന്നതായും, അവൾക്ക് ധൈര്യം കിട്ടിയതായും സങ്കല്പിച്ചുകൊണ്ടാണ് ഈ നാടകം അവസാനിക്കുന്നത്. ആ നിലയിൽ നോക്കുമ്പോൾ ഈ നാടകം സ്ത്രീ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുന്ന ഒരു നാടകമാണ്. വർത്തമാനകാലത്തെയും ഭൂതകാലത്തെയും പരസ്പരം കണ്ണി ചേർത്തുകൊണ്ട് സ്ത്രീ ശക്തിയെയും സ്ത്രീ സ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും പ്രഖ്യാപിക്കുന്ന ഒരു നാടകമാണ് ഇത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാടകത്തെ വിശകലനം ചെയ്യാനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.